എന്നെന്നും ഓർക്കുന്ന നിസ്തുലനായുള്ള രക്തസാക്ഷി, ദേശാഭിമാനികൾ എന്നെന്നും ഓർക്കുന്ന നിസ്തുലനായുള്ള രക്തസാക്ഷി, ധീരദേശാഭിമാനിയായ ഭഗത് സിംഗിന്റെ കഥാപ്രസംഗത്തിന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊല്ലത്ത് നിന്നും കഥ പറയുമ്പോൾ വേദിയിലെത്തിയ ഭാര്യമാരും ഗൗരവം നേടിക്കുന്ന ഭാവചലനങ്ങളുമായി വിപ്ലവത്തിന്റെ അലകൾ ഉയർത്തിയ ഒരുപാട് നല്ല കഥകൾ അവതരിപ്പിച്ചു. മരിച്ചുപോയ സഖാക്കൾക്ക് വേണ്ടി അവരോടൊപ്പം കത്തിച്ചാമ്പലാവാൻ കഴിയാതെ പോയെനിക്ക് അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം. ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ലാൽസലാം. ചെറുകഥാ റൗണ്ടിൽ അവതരിപ്പിച്ച റഷ്യ എന്ന കഥ ഇതിൽ നിന്നെല്ലാം തികച്ചും വേറിട്ട ഒരു അനുഭവമായിരുന്നു. മിഴികളിൽ റഷ്യ, മൊഴികളിൽ റഷ്യ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ പേരിലായിരുന്നു പിന്നീട് സതീഷ് അറിയപ്പെട്ടത്. ക്വാർട്ടർ ഫൈനലിലെയും സെമി ഫൈനലിലെയും മികച്ച പ്രകടനങ്ങളുടെ കരുത്തുമായി സതീഷ് ചന്ദ്രൻ ഇതാ ഫൈനൽ വേദിയിലേക്ക്. അഭിനന്ദരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അവതരിപ്പിക്കുന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രക്തം കൊണ്ടെഴുതിയ ഒരു അധ്യായം, പുന്നപ്ര വയലാർ. നാടിൻ മോചന പോരാട്ടങ്ങളിൽ ജീവൻ നൽകിയ ധീരർ, നാടിൻ മോചന പോരാട്ടങ്ങളിൽ ജീവൻ നൽകിയ ധീരർ, ആയിരമായിരം മാനവഹൃത്തിൽ ജ്വലിച്ചു നിൽപ്പൂ നിങ്ങൾ, ആയിരമായിരം മാനവഹൃത്തിൽ ജ്വലിച്ചു നിൽപ്പൂ നിങ്ങൾ. സിന്ദാബാദ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. ആലപ്പുഴ പട്ടണത്തിന് തെക്കുള്ള കടലോര ഗ്രാമമായ പുന്നപ്ര, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന തൊഴിലാളികളുടെയും അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ജന്മികളുടെയും നാട്. അതാ തണുത്ത മീൻചതമ്പലുകളിൽ പറ്റിപ്പിടിച്ച കൈയും നിറഞ്ഞ മിഴികളുമായി ഒരു മനുഷ്യൻ, ശ്രീധരൻ. 2 ദിവസമായി എന്റെ കൂരിൽ തീ പൊങ്ങിട്ട് എന്റെ മോള് സീതക്കുട്ടിയുടെ വിശന്ന് കരയുന്ന മുഖം കണ്ടിട്ടാ ഞാൻ വന്നത്. ഇന്നും ഞാൻ വെറും കൈയോട് എങ്ങനെയാ ചെല്ലുക? ഇന്ന് ഞാൻ മുതലാളിയോട് ഞാൻ കൂലി ചോദിക്കും. ശ്രീധരൻ മുതലാളിയുടെ അടുക്കലേക്ക് ചെന്നു. മുതലാളി, ഇന്നെങ്കിലും എനിക്ക് കൂലി തരണം. എടാ, നീ എന്നോട് കൂലി ചോദിക്കാറായോ? മുതലാളി, ചെയ്ത ജോലിക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള കൂലിയെങ്കിലും തന്നുകൂടെ? തെമ്മാടി, ഇന്നേ വരെ ഒരുത്തരും എന്റെ മുഖത്ത് നോക്കി കൂലി ചോദിച്ചിട്ടില്ല. പൊയ്ക്കാൻ്റെ മുമ്പിൽ നിന്നും കൂലി ചോദിച്ചു വാങ്ങാൻ വന്നിരിക്കുന്നു. വേദനയോടെ, ഹൃദയവേദയോടെ ശ്രീധരൻ തിരികെ നടന്നു. കൺമുന്നിലപ്പോഴും തെളിയും നിതാതൻ, വിശന്നു കരയുന്ന പൈതലിൻ രൂപം, വിശന്നു കരയുന്ന പൈതലിൻ രൂപം. പ്രിയമുള്ളവരെ, ഈ ഒരു ശ്രീധരൻ മാത്രമായിരുന്നില്ല, കേരളത്തിലെവിടെയുമുള്ള എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും സ്ഥിതി ഇത് തന്നെയായിരുന്നു. യജമാനന് തല്ലാനും കൊല്ലാനുമുള്ള വെറും വളർത്തുമൃഗങ്ങളായിരുന്നു തൊഴിലാളികൾ. പിറ്റേ ദിവസം ശ്രീധരന്റെ കൂരയിലേക്ക് ഒരാൾ കയറി വന്നു. ശ്രീധരന്റെ സുഹൃത്ത് അരവിന്ദൻ. ശ്രീധര, ഞാനെല്ലാം അറിഞ്ഞടാ. നമ്മളൊക്കെ അടിമകളല്ലേടാ, അടിമകൾ. ജന്മികളുടെയും ദിവാന്റെയും ഒക്കെ അടിമകൾ. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒറ്റയ്ക്ക്. പക്ഷേ ശ്രീധര, നമുക്ക് സംഘടിക്കണം. തിരുവിതാംകൂറിന്റെ പല ഭാഗത്തുമുള്ള തൊഴിലാളികൾ ഒത്തുചേർന്നിട്ടുണ്ട് ന്യായമായ കൂലിക്ക് വേണ്ടി. അതുപോലെ ശ്രീധര, നമുക്കും ഒത്തുചേരണം, അവകാശങ്ങൾ നേടിയെടുക്കാൻ. നമുക്കും സംഘടിക്കണം. ഇന്ന് നമ്മെ സംഘടിപ്പിക്കുവാനും നമുക്ക് നിർദ്ദേശം തരുവാനും വേണ്ടി ഒരാള് വരുന്നുണ്ട്. ആരാ അരവിന്ദ് അയാൾ? അതറിയില്ല. പക്ഷെ മറ്റുള്ളവർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ മേലാകെ കോരിത്തെരിച്ചുപോയി. കുണുനൂലറുത്തെറിഞ്ഞു വിപ്ലവം സ്വയം വരിച്ച പൂജനീയനാം സഖാവിതാ,
പൂണുനൂലറുത്തെറിഞ്ഞു വിപ്ലവം സ്വയം വരിച്ച പൂജനീയ നാം സഖാവിതാ. അന്യസങ്കടങ്ങളൊക്കെയും അനന്യ ചിന്തയോടെ അഗ്രഹാരവും ത്യജിച്ച നായകൻ. അന്യസങ്കടങ്ങളൊക്കെയും അനന്യ ചിന്തയോടെ അഗ്രഹാരവും ത്യജിച്ച നായകൻ. അന്ന് വൈകിട്ട് ശ്രീധരനും ആ രഹസ്യയോഗത്തിൽ പങ്കെടുത്തു. തൊഴിലാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ധീരനായ നേതാവ് സംസാരിച്ചു. സഖാക്കളെ, തൊഴിലാളികളെ അടിമകളായിട്ടാണ് ഇവിടുത്തെ ജന്മിവർഗം കാണുന്നത്. വരും തലമുറയിലെ തൊഴിലാളികളും അടിമകളാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസമോ സംഘടനാബോധമോ നൽകിയാൽ അടിമ ചോദ്യം ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമുക്കത് നിഷേധിക്കുന്നതും. സ്നേഹവും ദാഹവും വിശപ്പും ആത്മാഭിമാനവും ഒക്കെ നമുക്കുമുണ്ട് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇതൊക്കെ മാറണം. നമ്മുടെ അവകാശങ്ങൾക്കായി നമുക്ക് പ്രതിഷേധിക്കണം. അവകാശങ്ങൾ നേടിയെടുക്കാനായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രതിഷേധിക്കണം. ഒറ്റയ്ക്കാണ് കൈ ഉയരുന്നതെങ്കിൽ അവർ ആ കൈ നശിപ്പിക്കും. പക്ഷെ 1000 കൈകൾ ഒരുമിച്ച് ഉയർന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് സംഘടിക്കാം. ആ വാക്കുകൾ തൊഴിലാളികൾ ആവേശത്തിരയിളക്കി. അടിച്ചമർത്തപ്പെട്ടവർ നമ്മൾക്കവകാശം പുതു സ്വാതന്ത്ര്യം. അടിമകളാകാൻ കഴിയില്ലവർ തൻ പിണിയാളാകാൻ നാമില്ല. കൊടുങ്ങിടാത്തൊരു സ്വാർത്ഥതയൊട്ടും സഹിക്കുവാൻ ഇനിയാകില്ല. പിടിച്ചടക്കും സ്വാതന്ത്ര്യപ്പൊൻ പുലരിയെ മാത്രം പുൽകും നാം. പുലരിയെ മാത്രം പുൽകും നാം. തൊഴിലാളി സംഘടനകൾ ശക്തിപ്പെട്ടു. സഖാവ് ടി വി തോമസ്, കെ വി പത്രോസ്, കെ സി ജോർജ്, ശ്രീകണ്ഠൻ നായർ, EMS, CK നയനാർ, VS അച്യുതാനന്ദൻ തുടങ്ങി സമുന്നതരായ നേതാക്കൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും അവർ രഹസ്യ യോഗങ്ങൾ ചേർന്നു. ഇക്കാലത്താണ് സർ CP-യുടെ സ്വതന്ത്ര തിരുവിതാംകൂർ സ്വപ്നവും അമേരിക്കൻ മോഡൽ ഭരണഘടനയും വെളിച്ചത്ത് വരുന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യത്തോടുകൂടി തൊഴിലാളികൾ രംഗത്തിറങ്ങി. പ്രതിഷേധിക്കാൻ തുടങ്ങി തൊഴിലാളികൾ. അനീതിക്കും ചൂഷണത്തിനും വരെ തൊഴിലാളികൾ പ്രതിഷേധിച്ചു തുടങ്ങി. സംഘടിച്ചു വരുന്ന തൊഴിലാളികളെ പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതറിഞ്ഞ് ദിവാൻ അരിച്ചുകൊണ്ടു. ഉന്നത പോലീസ് ഓഫീസർമാരുടെയും പേഷ്കാർമാരുടെയും ഒരു യോഗം ദിവാൻ വിളിച്ചുകൂട്ടി. ദിവാൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു, പോലീസ് ഓഫീസേഴ്സ്, നിനക്കൊക്കെ ശമ്പളം തരുന്നത് ഞാനാണ്. നീയൊക്കെ എന്റെ പോലീസോ അതോ തൊഴിലാളി തണ്ടികളുടെ പോലീസോ? നിനക്ക് ശമ്പളം തരുന്നത് ഞാൻ പറയുന്നതനുസരിക്കാൻ. ഈ തിരുവിതാംകൂറിന്റെ നിയമം നടപ്പിലാക്കുന്നത് ഞാനാണ്. ഞാൻ പറയുന്ന നിയമം നടപ്പിലാക്കണം. ഇവിടെ ഒരു തൊഴിലാളിയും ദിവാൻ ഭരണത്തിനെതിരെ ശബ്ദിക്കാൻ പാടില്ല. അഥവാ ശബ്ദിച്ചാൽ ആ ശബ്ദം ഇല്ലാതാക്കണം. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ മുതൽ പുന്നപ്രയിൽ ക്രമസമാധാന പാലനത്തിന് ഒരു പോലീസ് ക്യാമ്പ് തുടങ്ങി. പോലീസ് ക്യാമ്പിന്റെ മേധാവി, പേരുകേട്ട മർദ്ദകൻ, ക്രൂരതയുടെ ഇതിഹാസം, ഇൻസ്പെക്ടർ വേലായുധൻ നാടാർ. ദിവാന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാരും ജന്മികളും ജന്മിഗുണ്ടകളും തൊഴിലാളികളുടെ മേൽ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടു. തൊഴിലാളികളുടെ കുടിലുകളിൽ പോലീസുകാർ സംഹാരതാണ്ഡവം നടത്തി. കുട്ടികളെയും സ്ത്രീകളെയും ഭാവഭേദമില്ലാതെ മർദ്ദിച്ചു. പെൺകുട്ടികളെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി. വീടിനുള്ളിൽ കിടന്നവരാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അനേകം വീടുകൾക്ക് തീവച്ചു. ആ തീപിടുത്തത്തിൽ ശ്രീധരന്റെ ഭാര്യയും മകളും വെന്തുമരിച്ചു. ഹൃദയം നുറുങ്ങും ദീനവിലാപവും പ്രതിഷേധവും എങ്ങും മുഴങ്ങി. ദിവാൻ ഭരണത്തിന്റെയും ജന്മിത്വത്തിന്റെയും ഈ കൊടുങ്ക്രൂരതകൾക്ക് അറുതി വരുത്തുവാൻ പാർട്ടി സായുധ സമരത്തിന് തീരുമാനിച്ചു. പുന്നപ്ര വയലാർ സമരം. തൊഴിലാളികൾക്ക് ആവേശം നൽകിക്കൊണ്ട് സഖാവ് VS അച്യുതാനന്ദൻ സംസാരിച്ചു. സഖാക്കളെ, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് നാം ഇറങ്ങുകയാണ്. പക്ഷേ നൂറ്റാണ്ടുകളായി തൊഴിലാളികളെ ചൂഷണം ചെയ്ത് സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഫ്യൂഡൽ വർഗം ഒരു നിമിഷം കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് കീഴടങ്ങുമെന്ന് നാം ചിന്തിക്കരുത്.
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൻമരം വേരോടെ പിഴുതെടുക്കണമെങ്കിൽ ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ചെറിയ മരങ്ങളും പിഴുതുപോയെന്നിരിക്കാം. അത് സംഭവിക്കാം. അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സാമൂഹ്യ ആചാരത്തെ നശിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ വേദന സഹിക്കേണ്ടി വരും, മറ്റു ചിലപ്പോൾ ചോര ഒഴുക്കേണ്ടി വരും. അതിന് നാം തയ്യാറായിരിക്കുക. ഇത്രയും കാലം നമ്മെ പട്ടിണിക്കിട്ടും നമ്മുടെ ആത്മാഭിമാനത്തിന് നെഞ്ചിൽ കാൽ കയറ്റി വെച്ചും നമ്മുടെ പെൺകുട്ടികളെ കാമാർത്തിക്കിരയാക്കിയ ഇവിടുത്തെ ജന്മിമാർക്കെതിരെയുള്ള പോരാട്ടമാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു മരണ പോരാട്ടത്തിന് വാക്കൾ തൊഴിലാളികൾ ആവേശത്തിനിറക്കി. ഉണർന്നെണീക്കുവിനടിമച്ചങ്ങല പൊറുത്തിടാത്തോരേ, ഉണർന്നെണീക്കുക നാടിൻ മോചന രണാങ്കണത്തിൽ അണിചേരൂ, രണാങ്കണത്തിൽ അണിചേരൂ. 1946 ഒക്ടോബർ 24 വാരിക്കുന്തവും പണിയായുധങ്ങളുമായി തൊഴിലാളികൾ പോലീസുകാർക്ക് നേരെ ഇരച്ചു കയറി. പാഞ്ഞു വരുന്ന ജനക്കൂട്ടത്തെ കണ്ട് പോലീസ് ഇൻസ്പെക്ടർ വേലായുധൻ നാടാർ പോലീസുകാർ ഫയറിംഗ് പോസ്റ്റുകൾ നിർത്തി. ഇൻസ്പെക്ടർ ഉറക്കെ വിളിച്ചു, നിങ്ങൾ മടങ്ങിപ്പോവുക, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. നിങ്ങൾ പിരിഞ്ഞു പോയില്ലെങ്കിൽ വെടിവെക്കേണ്ടി വരും. വീണ്ടും മുദ്രാവാക്യം മുഴങ്ങി. വാക്പയറ്റിന് പ്രസക്തിയില്ലെന്ന് നാടാർക്ക് മനസ്സിലായി. നാടാർ ഉച്ചത്തിൽ വിളിച്ചു, ഫയർ! നിരന്നുനിന്ന നൂറുകണക്കിന് പോലീസുകാരുടെ തോക്കുകളിൽ നിന്നും വെടിയുണ്ടകൾ പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾ അവഗണിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് ജനക്കൂട്ടം ഇരച്ചു കയറി. നൂറ്റാണ്ടുകൾ കനമുള്ള ചങ്ങല പൊട്ടിക്കുവാനുള്ള മഹത്തായ പ്രയാണത്തിൽ അവർക്ക് ചോരയോ മരണമോ ഒരു പ്രശ്നമായിരുന്നില്ല. വർഗശത്രുവിനെ നശിപ്പിക്കുവാനുള്ള അദമ്യമായ മോഹവുമായി മരണ പോരാട്ടം നടത്തി. ശ്രീധരൻ തന്റെ കയ്യിൽ നിന്ന് കൊടുവാൾ ആഞ്ഞുവീശി ഇൻസ്പെക്ടർ വേലായുധൻ നാടാരുടെ തല തൊപ്പി സഹിതം മറ്റു വീണു. പിന്നെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് തൊഴിലാളികൾക്കോ പോലീസുകാർക്കോ യാതൊരു ഭാവമുണ്ടായിരുന്നില്ല. കണ്ണിൽ കണ്ട കാക്കി നിറക്കാരെല്ലാം കുത്തിത്തുളച്ചുകൊണ്ട് തൊഴിലാളി സമൂഹം മുന്നേറി. ഒരു കണക്കില്ലാതെ പോലീസുകാർ നിറയൊഴിച്ചുകൊണ്ടിരുന്നു. നിരവധി പോലീസുകാർ കുത്തേറ്റ് നിലത്ത് വീണു. പോരാട്ടത്തിലെ ശ്രീധരന്റെ ഒരു കാലത്ത് പോയി. മരിച്ചും പരിക്കേറ്റും വീഴുന്ന തൊഴിലാളികളുടെ എണ്ണം അനുനിമിഷം കൂടിക്കൊണ്ടേയിരുന്നു. വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ ആ യുദ്ധഭൂമിയിൽ തൊഴിലാളികളുടെ നൂറുകണക്കിന് ജനങ്ങൾ നിറഞ്ഞു. ധീരസഖാക്കൾ തൻ ചോരയിൽ കുതിർന്നൊരാ സായുധ വിപ്ലവത്തിൻ സാക്ഷിയാം മണൽത്തരി. ആ പോരാട്ടത്തിനൊടുവിൽ നൂറുകണക്കിന് തൊഴിലാളികൾ രക്തസാക്ഷികളായി. പക്ഷേ തൊഴിലാളി ശക്തിയെ ഭയന്ന് പിന്നീട് ദിവാൻ നാടുവിട്ടു. തൊഴിലാളികൾ സ്വതന്ത്രരായി. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു വിപ്ലവ മുന്നേറ്റമായിരുന്നു പുന്നപ്ര വേലാർ സമരം. ഈ വിപ്ലവ മുന്നേറ്റത്തിന്റെ അനന്തരഫലമായി കയ്യൂരിലും കരിവെള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും വീണ് മരിച്ച നൂറുകണക്കിന് രക്തസാക്ഷികളുടെ പോരാട്ടത്തൊടുവിൽ ഇതാ 1957 ലോകശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഒരു തൊഴിലാളി വർഗാധിപത്യ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഒരു തൊഴിലാളി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു. അതിന്റെ അവരത്ത് പാവങ്ങളുടെ തൊഴിലാളികളുടെ പടത്തവൻ സഖാവ് EMS. ഈ ജനകീയ മുന്നേറ്റത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചെങ്കൊടികൾ പാറിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടതാ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഒരു പടുകൂട്ടൻ ജാഥ അനന്തപുരിയുടെ വിരിമാറിലൂടെ മുദ്രാവാക്യം മുഴക്കി ഇത് കടന്നു പോകുന്നു. അതിന്റെ മുന്നിൽ മരക്കാലിൽ ശരീരമൂന്നി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ശ്രീധരൻ.